വെൽക്കം ടു JL&VS ലേണിംഗ് ക്ലാസ് റൂം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 245/2023. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചുള്ള ഉത്തരങ്ങളാണ് പറഞ്ഞു പോകുന്നത്. വീഡിയോയിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. വേദാധികാര നിരൂപണം ആരുടെ കൃതിയാണ്? ആൻസർ ഓപ്ഷൻ ബി ചട്ടമ്പി സ്വാമികൾ. ക്വസ്റ്റ്യൻ നമ്പർ 2. ഇന്ത്യയിൽ നിലവിലിരുന്ന ഏത് സംവിധാനത്തിന് പകരമായാണ് നീതി ആയോഗ് നിലവിൽ വന്നത്? ആൻസർ ഓപ്ഷൻ സി പ്ലാനിംഗ് കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ സി പ്ലാനിംഗ് കമ്മീഷൻ. നെക്സ്റ്റ്, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ലക്നൌവിൽ നേതൃത്വം കൊടുത്തത് ആര്? ആൻസർ ഓപ്ഷൻ എ ബീഗം ഹസ്രത്ത് മഹൽ. ആൻസർ ഓപ്ഷൻ എ ബീഗം ഹസ്രത്ത് മഹൽ. ക്വസ്റ്റ്യൻ നമ്പർ 4. താഴെ പറയുന്നവയിൽ ഏത് സംഭവമാണ് റൗലറ്റ് നിയമത്തിനെതിരായ പ്രതിഷേധവുമായി ബന്ധപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ഡി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ആൻസർ ഓപ്ഷൻ ഡി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ക്വസ്റ്റ്യൻ നമ്പർ 5. അഹമ്മദാബാദ് തുണിമിൽ സമരത്തിന് കാരണമായ സംഭവം? ആൻസർ ഓപ്ഷൻ ബി പ്ലേഗ് ബോണസ്. ഓപ്ഷൻ ബി പ്ലേഗ് ബോണസ്. അടുത്ത ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 7ാമത്തെ ചോദ്യം. സഹോദരൻ അയ്യപ്പൻ നേതൃത്വം നൽകിയ സാംസ്കാരിക പ്രസ്ഥാനം? ആൻസർ ഓപ്ഷൻ സി വിദ്യാപോഷിണി. ആൻസർ ഓപ്ഷൻ സി വിദ്യാപോഷിണി. ക്വസ്റ്റ്യൻ നമ്പർ 8. കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം? ആൻസർ ഓപ്ഷൻ എ 140. ആൻസർ ഓപ്ഷൻ എ 140. അടുത്ത ചോദ്യം. സ്വാതന്ത്ര്യ സമരകാലത്തെ മലയാള പത്രം സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപർ? CP ഗോവിന്ദപിള്ള. ആൻസർ ഓപ്ഷൻ ഡി CP ഗോവിന്ദപിള്ള. ക്വസ്റ്റ്യൻ നമ്പർ 10. മാറുമറയ്ക്കൽ സമരം എന്ന പേരിൽ അറിയപ്പെട്ട പ്രക്ഷോഭം? ആൻസർ ഓപ്ഷൻ ബി ചാന്നാർ ലഹള. ആൻസർ ഓപ്ഷൻ ബി ചാന്നാർ ലഹള. 11. താഴെ പറയുന്നവരിൽ ആരാണ് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ചത്? ആൻസർ ഓപ്ഷൻ സി തലക്കൽ ചന്തു. ഓപ്ഷൻ സി തലക്കൽ ചന്തു. 12. വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾക്ക് വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്ര? ആൻസർ ഓപ്ഷൻ എ 250 രൂപ. ആൻസർ ഓപ്ഷൻ എ 250 രൂപ. 13. രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ആൻസർ ഓപ്ഷൻ സി സംസ്ഥാന നിയമസഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. 14. സൈമൺ കമ്മീഷനെതിരെ നടന്ന പ്രകടനത്തിൽ ഉണ്ടായ ലാത്തി ചാർജിൽ പരിക്കേറ്റതിനെ തുടർന്ന് മരണമടഞ്ഞ ദേശസ്നേഹി? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്. ആൻസർ ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്. 15. താഴെ പറയുന്നവരിൽ ആരെയാണ് ഇംപീച്ച്മെന്റ് എന്ന പ്രക്രിയയിലൂടെ അധികാര സ്ഥാനത്ത് നിന്നും പുറത്താക്കാൻ കഴിയുക? ഓപ്ഷൻ ഡി രാഷ്ട്രപതി. ഓപ്ഷൻ ഡി രാഷ്ട്രപതി. 16. ഭഗത് സിംഗ് സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്ന നഗരം? ലാഹോർ ആണ്. ഓപ്ഷൻ എ ലാഹോർ. 17. പ്രാഥമിക വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി 86. 86ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 18. താഷ്കന്റ് പ്രഖ്യാപനം ഒപ്പുവെച്ചത് എന്തിനു വേണ്ടി? ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. ആൻസർ ഓപ്ഷൻ ബി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പരിഹരിക്കുന്നതിന്. 19. 1991 ഇന്ത്യയിൽ നടപ്പിലാക്കിയ സാമ്പത്തിക പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ഏതെല്ലാം കാര്യങ്ങളാണ് ശരിയായിട്ടുള്ളത്? തന്നിരിക്കുന്നു. ഉദാരവൽക്കരണ നയം വ്യവസായ ലൈസൻസിംഗ് ഭൂരിഭാഗം ഉൽപ്പന്നങ്ങൾക്കും ഒഴിവാക്കി. സ്വകാര്യവൽക്കരണ നയം ഗവൺമെന്റ് ഉടമസ്ഥത സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുന്നതാണ്. ആഗോളവൽക്കരണ നയം താരിഫ് ഉയർത്തുന്നതിനും ക്വാട്ട കുറയ്ക്കുന്നതിനും വേണ്ടിയാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 2ഉം ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ 1ഉം 2ഉം ശരി. 20. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? തന്നിരിക്കുന്നത് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ, സാങ്കേതിക വിദ്യാഭ്യാസത്തിനുള്ള അഖിലേന്ത്യാ കൗൺസിൽ, വിദ്യാഭ്യാസ ഗവേഷണത്തിനും പരിശീലനത്തിനുമുള്ള സമിതി, മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മെഡിക്കൽ ഗവേഷണത്തിനുള്ള ഇന്ത്യൻ കൗൺസിൽ. ഇതാണ് കൂട്ടത്തിൽ ചേരാത്തത്. അടുത്തത്
ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലുള്ള എല്ലാ ധനകാര്യ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്ന ബാങ്ക്. ഓപ്ഷൻ ഡി ദേശീയ ഗ്രാമീണ വികസന ബാങ്ക് അല്ലെങ്കിൽ നബാർഡ്. ആൻസർ ഓപ്ഷൻ ഡി. 22 ഏത് സംവിധാനത്തിന്റെ പിൻഗാമിയായാണ് 1995 ലോക വ്യാപാര സംഘടന നിലവിൽ വന്നത്? ഗാട്ട് ആണ്. ഓപ്ഷൻ എ ഗാട്ട്. 23 അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യയുടെ പ്രസിഡന്റ്. ആൻസർ ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. ആൻസർ ഓപ്ഷൻ സി ഫക്രുദ്ദീൻ അലി അഹമ്മദ്. 24 ഇന്ത്യയുടെ കയറ്റുമതി കൂടുതലും ഏതു രാജ്യത്തേക്കാണ്? ആൻസർ ഓപ്ഷൻ ബി അമേരിക്ക. ആൻസർ ഓപ്ഷൻ ബി അമേരിക്ക. 25 ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസിയായ സർവേ ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ഡെറാഡൂൺ ആണ്. ഓപ്ഷൻ ബി ഡെറാഡൂൺ. 26 പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വനങ്ങൾ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങൾ. പർവ്വത മിതശീതോഷ്ണ ചോലവനങ്ങളെയാണ് പ്രകൃതിയിലെ ബോൺസായി എന്ന് വിശേഷിപ്പിക്കുന്നത്. 27 ഇന്ത്യയിൽ ആദ്യമായി ഒരു സസ്യത്തിന്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ച ദേശീയോദ്യാനം കുറിഞ്ഞിമലയാണ്. ഓപ്ഷൻ ഡി കുറിഞ്ഞിമല. 28 ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം. മേടം 1-നാണ്. മേടം 1-നാണ് ഞാറ്റുവേല ആരംഭിക്കുന്ന കാർഷിക മാസം. ഓപ്ഷൻ ബി. 29 നാണ്യവിളയായ റബ്ബർ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്. ഓപ്ഷൻ എ ലാറ്ററൈറ്റ് മണ്ണ്. 30 കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. ഓപ്ഷൻ സി മുംബൈ. ഓപ്ഷൻ സി മുംബൈ. 31 കേരളത്തിലെ ഇടത്തരം നദികളിൽ പെടാത്തതേത്? തന്നിട്ടുള്ളത് പമ്പ, കല്ലടയാർ, ചാലിയാർ, പെരിയാർ. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി കല്ലടയാർ. ഓപ്ഷൻ ബി കല്ലടയാർ. 32 മലനാട് ഇല്ലാത്ത ജില്ല. മലനാട് ഇല്ലാത്ത ജില്ല ആലപ്പുഴയാണ്. ഓപ്ഷൻ സി ആലപ്പുഴ. 33 പമ്പാ നദിയുടെ വൃഷ്ടിപ്രദേശം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 2235 ചതുരശ്ര കിലോമീറ്റർ ആണ്. 34 പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. ഓപ്ഷൻ ഡി NH 544. NH 544 ആണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. 35 ഇന്ത്യ ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്ന രാജ്യം. ഓപ്ഷൻ സി അഫ്ഗാനിസ്ഥാൻ. അഫ്ഗാനിസ്ഥാനുമായിട്ടാണ് ഏറ്റവും കുറഞ്ഞ ദൂരം അതിർത്തി പങ്കിടുന്നത്. 36 ഉഷ്ണകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടുന്ന ഇടിയോടുകൂടിയ ശക്തമായ മഴ. കാൽ ബൈശാഖി. ഓപ്ഷൻ ബി കാൽ ബൈശാഖി. 37 ഉത്തര കേരളത്തിലെ ഏക ശുദ്ധജല തടാകം പൂക്കോട് തടാകം. ഓപ്ഷൻ സി പൂക്കോട് തടാകം. 38 മുംബൈ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്കിൽ വെച്ച് ഈയിടെ മരണപ്പെട്ട സിംഹം. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ജസ്പ. ഓപ്ഷൻ എ ജസ്പ. 39 കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി. സജി ചെറിയാനാണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ. അടുത്ത ചോദ്യം ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്. ഗോദാവരിയാണ്. ഓപ്ഷൻ എ ഗോദാവരിയാണ് ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത്. 41 തീരപ്രദേശം കേരളത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമുണ്ട്? 12%. ഓപ്ഷൻ ബി 12%. 42 ചണം ഉൽപാദനത്തിൽ ലോകത്ത് 2-ാം സ്ഥാനമുള്ള രാജ്യം. ഇന്ത്യ. ഓപ്ഷൻ സി ഇന്ത്യ. 43 മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി. ഓപ്ഷൻ എ സ്വരാജ് ട്രോഫി. സ്വരാജ് ട്രോഫി. 44 താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. തന്നിരിക്കുന്നവ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948-ലാണ്. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ജവഹർലാൽ നെഹ്റു ആണ്. ആസൂത്രണ കമ്മീഷൻ 1950 ആഗസ്റ്റ് 15-ന് നിലവിൽ വന്നു. MN റോയ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 1-ഉം 4-ഉം ശരി.
1 ശരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ചത് 1948-ലാണ്. 4 MN റോയി ആവിഷ്കരിച്ച പദ്ധതിയാണ് ജനകീയ പദ്ധതി. ക്വസ്റ്റ്യൻ 45. താഴെ കൊടുത്തിരിക്കുന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉചിതമായത് ഏത്? തന്നിരിക്കുന്നവ. 5-ാം പഞ്ചവത്സര പദ്ധതി 1974-79 കാലയളവിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പ്രാധാന്യം നൽകി. 7-ാം പഞ്ചവത്സര പദ്ധതി 1985-1990 കാലയളവിൽ ആധുനികവൽക്കരണം, തൊഴിലവസരങ്ങളുടെ വർധനവിന് പ്രാധാന്യം കൊടുത്തു. 10-ാം പഞ്ചവത്സര പദ്ധതി 2002-2007 കാലയളവിൽ മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക ലക്ഷ്യം. 12-ാം പഞ്ചവത്സര പദ്ധതി 2012-2017 കാലയളവിൽ മാനവശേഷി വികസനത്തിന് ഊന്നൽ നൽകി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരി. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. 46. ലിക്വിഡ് പാർട്ടി ഏത് രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ്? ഓപ്ഷൻ ഡി ഇസ്രായേൽ. ഓപ്ഷൻ ഡി ഇസ്രായേൽ. 47. പ്രഭുസഭ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തെ സഭയാണ്? ഇംഗ്ലണ്ട്. ഓപ്ഷൻ സി ഇംഗ്ലണ്ട്. 48. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നത്? ഓപ്ഷൻ ഡി ആണ്. ഉത്തരം വരുന്നത് 1 ചെയർപേഴ്സൺ, 5 മുഴുവൻ സമയ അംഗങ്ങൾ, 7 ഡീം അംഗങ്ങൾ. ഓപ്ഷൻ ഡി. 49. ആരുടെ നോവലാണ് വല്ലി? ഷീല ടോമി. ഓപ്ഷൻ ഡി ഷീല ടോമി. 50. 68-ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? ഓപ്ഷൻ ബി കാട്ടിൽ മേഘതിൽ. 51. പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി കർണാടക. ഓപ്ഷൻ ഡി കർണാടക. ശരിയായത് കണ്ടെത്തുക. ജിമ്മി ജോർജ് വോളിബോൾ, പ്രീജ ശ്രീധരൻ നീന്തൽ, ബോബി അലോഷ്യസ് ഹൈജമ്പ്, ചിത്ര കെ സോമൻ അത്ലറ്റ്. ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരി. 53. കപട ഫലങ്ങളിൽ ഉൾപ്പെടാത്ത ഫലം ഏത്? ഓപ്ഷൻ ബി മാങ്ങ. ഓപ്ഷൻ ബി മാങ്ങ. 54. ഒരു ആഹാര ശൃംഖലയിൽ ആദ്യ ഉപഭോക്താവ് ആവാൻ കഴിയാത്ത ജീവിവർഗം? ഓപ്ഷൻ എ മാംസബുക്ക്. ഓപ്ഷൻ എ മാംസബുക്ക്. 55. ഭക്ഷണത്തിലൂടെ അല്ലാതെ മനുഷ്യന് ലഭിക്കുന്ന ജീവകം ഏതാണ്? ജീവകം ഡി ആണ്. ജീവകം ഡി. 56. മനുഷ്യരിൽ അവസാനം മുളച്ചു വരുന്ന പല്ല് ഏതാണ്? ഓപ്ഷൻ സി ചർവണകം. ഓപ്ഷൻ സി ചർവണകം. 57. വംശനാശ ഭീഷണി നേരിട്ട നീലഗിരി താർ സംരക്ഷിക്കപ്പെട്ട നാഷണൽ പാർക്ക്? ഓപ്ഷൻ ബി ഇരവികുളം. ഓപ്ഷൻ ബി ഇരവികുളം. 58. താഴെ കൊടുത്ത ജീവകങ്ങളിൽ ബി കോംപ്ലക്സ് ഗ്രൂപ്പിൽ പെടാത്ത ജീവകം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്. ടോക്കോഫെറോൾ. ആൻസർ ഓപ്ഷൻ എ. 59. മണ്ണ് പരിശോധനയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മണ്ണിന്റെ ഏത് ഗുണം പരിശോധിക്കാനാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. മണ്ണിലെ ജൈവാംശം പരിശോധിക്കുന്നതിന്. 60. ഒരു വസ്തു എല്ലാ നിറങ്ങളും പ്രതിഫലിപ്പിക്കുന്നുവെങ്കിൽ ആ വസ്തുവിന്റെ നിറം എന്തായിരിക്കും? ഓപ്ഷൻ ബി വെളുപ്പ്. ഓപ്ഷൻ ബി വെളുപ്പ്. 61. നിർമ്മാണ വേളയിൽ ചൂടായ അവസ്ഥയിൽ മൃദുവായിരിക്കുകയും എന്നാൽ തണുപ്പിക്കുമ്പോൾ സ്ഥിരമായി ദൃഢമാവുകയും ചെയ്യുന്ന പ്ലാസ്റ്റിക് ആണ് തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. ഓപ്ഷൻ എ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്. 62. വ്യത്യസ്ത മണ്ണിനങ്ങളുടെ pH മൂല്യം തന്നിരിക്കുന്നു. ഏതു മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്? ഓപ്ഷൻ ഡി 5. ഓപ്ഷൻ ഡി 5. pH മൂല്യം 5 ആയ മണ്ണിനാണ് കുമ്മായം ചേർക്കേണ്ടത്. 63. സമതല ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ്? തന്നിരിക്കുന്നത് വസ്തുവിന്റെ അതേ വലിപ്പമാണ് പ്രതിബിംബത്തിന്. ദർപ്പണത്തിൽ നിന്നും വസ്തുവിലേക്കും പ്രതിബിംബത്തിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. പ്രതിബിംബം നിവർന്നതും യഥാർത്ഥവുമായിരിക്കും. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം മാത്രം ശരിയാണ്. ഓപ്ഷൻ സി. 64. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? തന്നിരിക്കുന്നവ ഒരു വസ്തു ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശങ്ങളിലേക്കും ചലിക്കുന്നതാണ് ദോലനം. സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനമാണ് ഭ്രമണം. വൃത്താകാര
പാതയിലൂടെ ഉള്ള ചലനമാണ് നേർരേഖാചലനം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2 ശരിയാണ്. ഓപ്ഷൻ ബി. 65. 2021 ജൂലൈയിൽ ജെഫ് ബസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി. വാലി ഫങ്ക്. ഓപ്ഷൻ സി വാലി ഫങ്ക്. 66. ഗാനിമിഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമിഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഓപ്ഷൻ എ വ്യാഴം. ഓപ്ഷൻ എ വ്യാഴം. 67. ഡെങ്കിപ്പനി പരത്തുന്നത് ഏതുതരം കൊതുകാണ്? ആൻസർ ഓപ്ഷൻ എ പെൺ ഏഡീസ്. പെൺ ഏഡീസ് ആണ്. 68. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. DPT വാക്സിൻ, ടോട്സ് ക്ഷയം, AB രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ്, ഡി അഡ്രിനാലിൻ ഹോർമോൺ. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി AB രക്തഗ്രൂപ്പ് സാർവത്രിക ദാതാവ്. ഓപ്ഷൻ 69. മുറിവിൽ നിന്നും അധിക രക്തസ്രാവം ഉണ്ടാവുന്നത് ഏത് പോഷകത്തിന്റെ കുറവ് മൂലമാണ്? ഓപ്ഷൻ ബി വൈറ്റമിൻ കെ ആണ്. ഓപ്ഷൻ ബി. നാക്കോ ഏത് രോഗവുമായി ബന്ധപ്പെട്ട സംഘടനയാണ്? ഓപ്ഷൻ ബി എയ്ഡ്സ്. ഓപ്ഷൻ ബി എയ്ഡ്സ്. 71. താഴെ കൊടുത്തിരിക്കുന്നതിൽ ജലജന്യ രോഗം ഏത്? ആൻസർ ഓപ്ഷൻ സി കോളറ. ഓപ്ഷൻ സി കോളറ. 72. കണ്ണിന്റെ ഏത് ഭാഗമാണ് മാറ്റിവെക്കാനാവുന്നത്? ഓപ്ഷൻ ഡി കോർണിയ. ഓപ്ഷൻ ഡി കോർണിയ. 73. ഉത്തേജക മരുന്നിന്റെ സ്ഥിര ഉപയോഗം കായിക താരങ്ങൾക്ക് ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ കൊടുത്തതെല്ലാം. മുഖക്കുരു, മാനസിക ചാഞ്ചാട്ടം, വർദ്ധിച്ച ആക്രമണാത്മകത. ഓപ്ഷൻ ഡി മുകളിൽ കൊടുത്തതെല്ലാം. 74. അനിയന്ത്രിത കോശ വളർച്ച ഏത് രോഗത്തിന്റെ ലക്ഷണമാണ്? അർബുദം. ഓപ്ഷൻ ബി അർബുദം. വിളർച്ച അനീമിയ ഏത് ധാതുവിന്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നു? ഓപ്ഷൻ ബി ഇരുമ്പ്. ഓപ്ഷൻ ബി ഇരുമ്പ്. 76. കേരളത്തിൽ സ്വാന്തന പരിചരണ നയം പാലിയേറ്റീവ് കെയർ പോളിസി ഏതു വർഷം നിലവിൽ വന്നു? 2008. ഓപ്ഷൻ ഡി 2008. 77. താഴെ കൊടുത്തിരിക്കുന്നതിൽ ലോകമാകെ കുട്ടികളുടെ നിശാന്തതയ്ക്ക് കാരണമായത് ഏത്? ഓപ്ഷൻ എ വൈറ്റമിൻ എയുടെ കുറവ്. വൈറ്റമിൻ എയുടെ കുറവ്. 78. കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ രംഗത്തെ ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായി വരുന്ന ആരോഗ്യ സ്ഥാപനം ഏത്? ത്രിതല സംവിധാനത്തിൽ മൂന്നാമതായിട്ട് വരുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ്. മെഡിക്കൽ കോളേജ് ആശുപത്രി. 79. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ശിശു മരണനിരക്ക് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി കേരളം. ഓപ്ഷൻ സി കേരളം. ഇനി വരുന്നത് മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഉത്തരങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. 80ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. 81ാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 82 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 83 ഉത്തരം ഓപ്ഷൻ ബി. 84ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി ആണ്. 85 ഉത്തരം ഓപ്ഷൻ സി. ഓപ്ഷൻ സി. 86ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. ഓപ്ഷൻ 87 ഓപ്ഷൻ എ ആണ്. 88ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്. 89ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ 90ാമത്തെ ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. ഓപ്ഷൻ സി. 91 ഉത്തരം വരുന്നത് ഓപ്ഷൻ സി മൂന്നാർ. 92 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 93 ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 18. ഓപ്ഷൻ ബി 18. 94 ആൻസർ ഓപ്ഷൻ എ ആണ്. 95ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 96 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 96 ഓപ്ഷൻ എ. 97 ഓപ്ഷൻ ഡി ആണ്. 97 ഓപ്ഷൻ ഡി. 98 ആൻസർ ഓപ്ഷൻ എ 88. ഓപ്ഷൻ എ 88. 99ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ സി 18. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ വരുന്നത് ഓപ്ഷൻ സി -2. ഓപ്ഷൻ സി -2. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചുള്ള ഉത്തരങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.